പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഏവർക്കും വചനം തിരുവചനത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വിചിന്തനം ചെയ്യുന്നത് ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചാണ്. പല സ്വഭാവങ്ങളുണ്ട് ദൈവത്തിന്, പക്ഷേ ദൈവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. സീറോ മലബാർ കുർബാനയിലെ ലേഖന വായനയ്ക്ക് മുമ്പ് രണ്ട് പ്രാർത്ഥനകളുണ്ട്. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദർഹനും ബലവാനും അമൃതനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രാർത്ഥന, സർവജ്ഞനായ ഭരണകർത്താവും തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല സൗഭാഗ്യങ്ങളുടെയും നന്മകളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരുണ എന്താണ് എന്ന് നമ്മളിന്നൊന്ന് ചിന്തിക്കാനായിട്ട് പോവുകയാണ്. ഒരിക്കലും ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, വെച്ചാൽ ഞാൻ വളരെ നിരാശനാണ്, എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു തുടക്കമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഈ ലോകത്തിൽ ഒരു വ്യക്തി ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ലെവൽ ബെസ്റ്റ് പാപം ചെയ്തവനാണ് ഞാൻ. ഇനി എൻ്റെ ജീവിതത്തിൽ ചെയ്യാത്തതായിട്ടൊന്നുമില്ല. അതുകൊണ്ട് കാര്യം ദൈവം എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു, ഞാൻ നല്ല കുംസാരമൊക്കെ നടത്തി എന്നൊക്കെ ചിന്തിച്ചാലും എൻ്റെ മനസ്സിലൊരു കുറ്റബോധമാണ്. എനിക്കിനി രക്ഷയില്ല എന്നുള്ളൊരു തോന്നൽ എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ട് ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുന്നില്ല, എങ്കിലും സ്വയം മരിക്കാൻ പേടിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാത്തത്. പക്ഷേ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും, ദൈവമേ, ഒരു വണ്ടി ഒന്ന് ഇടിച്ചിരുന്നെങ്കിൽ, ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ. അപ്പോൾ അങ്ങനെ മരണത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും. കാരണം ഇതാണ് നിരാശ. എനിക്കിനി രക്ഷയില്ല എന്നുള്ള ചിന്ത, ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു ഉയർച്ചയുണ്ടാകില്ല എന്നുള്ള ചിന്ത. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ചിന്തിക്കുന്ന അനേക മക്കളെ ഈ കാലഘട്ടത്തിൽ കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പാപത്തിൻ്റെ പടുകുഴിയിൽ പോയി, ഒരു കാലഘട്ടത്തിൽ തെറ്റിൻ്റെ അടിമത്തത്തിലേക്ക് പോയി, അതിനുശേഷം വലിയ നിരാശയിലും കുറ്റബോധത്തിലും നഷ്ടബോധത്തിലും ജീവിക്കുന്ന അനേക മക്കളെ ഈ കാലഘട്ടങ്ങളിൽ കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ് എന്നറിയാവുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിരാശയ്ക്ക് അടിസ്ഥാനമില്ല. വെളിപാടിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, ഞാൻ നിന്നെ അറിയുന്നു. വെളിപാടിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം, നിന്റെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു. നീ ചൂടോ തണുപ്പോ ഉള്ളവനായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു. നീ ചൂടോ തണുപ്പോ ഉള്ളവനല്ല. പ്രിയപ്പെട്ടവരെ, വചനം പറയുകയാണ്, നീ ചൂടോ തണുപ്പോ ഇല്ലാതെ മന്ദോഷനാകിയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. എന്തെന്നാൽ ഞാൻ ധനവാനാണ്, എനിക്ക് സമ്പത്തുണ്ട്, എനിക്കൊന്നിനും കുറവില്ലെന്ന് നീ പറയുന്നു. എന്നാൽ നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമാണെന്ന് നീ അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊരു പാട്ടില്ലേ, മലയാളത്തിലൊരു പാട്ടുണ്ട്, എല്ലാം അറിയുന്നു ദൈവം മനുജൻ്റെ ഗൂഢവിചാരങ്ങൾ വാക്കും ചെയ്തികളും നിഖിലം മറയന്യേ തെളിവായി കാണുന്നു. അതായത് ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് മറഞ്ഞിരിക്കാൻ ആർക്കും സാധ്യമല്ല. ആർക്കാ സാധ്യമാകുന്നു പ്രിയപ്പെട്ടവരെ? പ്രഭാഷകന്റെ പുസ്തകം 42-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ വാക്യം മുതൽ 20-ാമത്തെ വാക്യം വരെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, അവിടുന്ന് ദൈവം ആഴിയുടെ അഗാധത്തെയും മനുഷ്യഹൃദയങ്ങളെയും പരിശോധിച്ച് അവയുടെ നിഗൂഢതകൾ ഗ്രഹിക്കുന്നു. അറിയേണ്ടതെല്ലാം അവിടുന്ന് അറിയുന്നു. അടുത്തത്, കാലത്തിൻ്റെ സൂചനകൾ അവിടുന്ന് നിരീക്ഷിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, 19-ാമത്തെ വാക്യം എന്താണെന്നറിയാവോ? ദൈവം ഭൂതവും ഭാവിയും പ്രഖ്യാപിക്കുന്നു. നിഗൂഢ രഹസ്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു. ഒരു ചിന്തയും അവിടുത്തേക്ക് അജ്ഞാതമല്ല. ഒരു വാക്കും കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല. അതായത് എൻ്റെ അധരങ്ങളിലൂടെ ഇനി വരാൻ പോകുന്ന വാക്കെന്താണ് ദൈവത്തിനറിയാം, പക്ഷേ നിനക്കറിയില്ല. ദൈവത്തിനറിയാം എന്താണ് ഇനി വരാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത് ഐ നോ യു വെൽ, എനിക്ക് നിന്നെ അറിയാം. ആർക്കാ നമ്മളെ അറിയാവുന്ന പ്രിയപ്പെട്ടവരെ? നമ്മൾ വിചാരിക്കും, എനിക്ക് എൻ്റെ അപ്പനെ അറിയാം, എനിക്ക് എൻ്റെ അമ്മയെ അറിയാം, എൻ്റെ ഭാര്യയെ അറിയാം, ഭർത്താവിനെ അറിയാം. ആരെ അറിയാമെന്നാണ് പറയുന്നത്? നിന്റെ തൊട്ടടുത്തിരിക്കുന്ന ആളെ നിനക്കറിയാവോ?
അറിയത്തില്ല. നീ കാണുന്നതൊക്കെ കുറച്ച് കാര്യങ്ങൾ അറിയാമെന്നുള്ളതല്ലാതെ, നീ അവനെക്കുറിച്ച് അവളെക്കുറിച്ച് കേട്ടിരിക്കുന്ന കാര്യങ്ങൾ അറിയാമെന്നുള്ളതല്ലാതെ, നിഗൂഢതകൾ, അവൻ്റെ അന്തരംഗം, അവളുടെ അന്തരംഗം, മനസ്സിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ, അവൻ്റെ പാസ്റ്റ്, കഴിഞ്ഞ കാല ജീവിതം അറിയത്തില്ലല്ലോ പ്രിയപ്പെട്ടവരെ. എന്നാൽ കർത്താവ് പറയുകയാണ്, ഐ നോ യു വെൽ, എനിക്ക് നിന്നെ അറിയാം. അതുകൊണ്ടാണ് കർത്താവ് വളരെ കൃത്യമായിട്ടും ആധികാരികമായിട്ടല്ല പറയുന്നത്, നീ എന്താ വിചാരിക്കുന്നത്, എനിക്കൊന്നിനും കുറവില്ല, ഞാൻ ധനവാനാണ്, എനിക്ക് സമ്പത്തുണ്ട്, എനിക്കൊന്നിനും കുറവില്ല. പ്രിയപ്പെട്ടവരെ, എല്ലാം അറിയാവുന്നവൻ പറയുന്നത് എന്താ? എന്നാൽ ഞാൻ പറയുന്നു, നീ അന്ധനാണ്, നീ ദയനീയനാണ്, നീ നികൃഷ്ടനാണ്, നീ നഗ്നനാണ്. കാരണം എന്താ? ദൈവം എല്ലാം അറിയുന്നു, നിന്റെ പ്രവൃത്തികൾ അറിയുന്നു. യെശയ്യായുടെ പ്രവചനം 29-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഇപ്രകാരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, അത് വചനം ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. ഇപ്രകാരം വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അതിതാണ്, പ്രിയപ്പെട്ടവരെ, തങ്ങളുടെ ആലോചനകളെ കർത്താവ് കാണാതെ അഗാധത്തിൽ ഒളിച്ചു വയ്ക്കുകയും തങ്ങളുടെ പ്രവർത്തികൾ അന്ധകാരത്തിൽ നടത്തുകയും ഞങ്ങളെ ആര് കാണും, ഞങ്ങളെ ആരറിയും എന്ന് ചോദിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. പലപ്പോഴും പ്രിയപ്പെട്ടവരെ, പല പാപത്തിൻ്റെയും അടിമത്തത്തിലേക്ക് പോകുന്ന വ്യക്തികൾ ഇങ്ങനെയല്ലേ ചിന്തിക്കുന്നത്, ഞാൻ ചെയ്തിരിക്കുന്ന പ്രവൃത്തികൾ ആരാ കണ്ടിരിക്കുന്നത്? അതുകൊണ്ടല്ലേ പ്രഭാഷകന്റെ പുസ്തകത്തിൽ തന്നെ 23-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, വിവാഹത്തിൻ്റെ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മകഥം ചെയ്യുന്നു. ആരാ എന്നെ കണ്ടിരിക്കുന്നത്? ഭിത്തികൾ എന്നെ ഒളിപ്പിക്കുന്നു, ഇരുട്ടെനിക്ക് മറയാണ്, അത്യുന്നതൻ എൻ്റെ പാവങ്ങൾ പരിഗണിക്കുകയില്ല. കാരണം എന്നാ? ആരും എന്നെ കണ്ടിട്ടില്ലല്ലോ, ഇരുട്ടെനിക്ക് മറയാണ്, ഭിത്തികൾ എന്നെ ഒളിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വചനം എന്താ പറയുന്നതെന്നറിയാവോ? ആ വചനം കൃത്യമാണ്, നീ പറഞ്ഞത് ശരിയാണ്, അങ്ങനെ അവിടെ എഴുതിയിട്ടില്ല. പക്ഷേ അടുത്ത വചനം എങ്ങനെ എഴുതിയിരിക്കുന്നത് അറിയാവോ? മനുഷ്യരെ മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ. ദൈവത്തിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര കൃത്യമായ വചനമാണ്. നമ്മുടെ ഈ കൈപ്പത്തിക്കകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്കറിയാവോ? കാണത്തില്ലല്ലോ. പക്ഷേ നഗ്നമായ കണ്ണുകൾ കൊണ്ട് കാണാത്ത ഇതൊരു എക്സ്റേ രശ്മി ഇതിലൂടെ പാസ് ചെയ്തു പോകാൻ അനുവദിച്ചു നോക്കിക്കൂ. അനുവദിച്ചാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കർത്താവ് പറയുകയാണ്, ദൈവത്തിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മറഞ്ഞിരിക്കാൻ കഴിയുമെന്ന് ആരും വിചാരിക്കരുത്. എന്തെല്ലാം തെറ്റുകൾ ചെയ്താലും, ഏതെല്ലാം തെറ്റുകൾ, നീ നാട്ടിലല്ലായിരിക്കാം, നീ വീട്ടിലല്ലായിരിക്കാം, വീട്ടിലാരും ഇല്ലായിരുന്നിരിക്കാം, അല്ലെങ്കിൽ വേറൊരു ദേശത്തായിരിക്കാം, അല്ലെങ്കിൽ ഇരുളിൻ്റെ മറവിലായിരിക്കാം. പ്രിയപ്പെട്ടവരെ, മനുഷ്യരാരും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മറഞ്ഞിരിക്കുക സാധ്യമല്ല എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഐ നോ യു വെൽ, എനിക്ക് നിന്നെ അറിയാമെന്ന്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എല്ലാം അറിയുന്ന കർത്താവ് പറയുകയാണ്. എന്താ പറയുന്നതെന്നറിയാവോ? വെളിപാടിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ പറയുകയാണ്, ഞാനിതാ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരും, അവൻ്റെ ഉള്ളിലേക്ക് കടന്നു വരും. എല്ലാം അറിയുന്നവൻ സ്നേഹിക്കുന്ന സ്നേഹത്തിന് പറയുന്ന പേരാ പ്രിയപ്പെട്ടവരെ കരുണയെന്ന് പറയുന്നത്. എല്ലാം അറിഞ്ഞ് സ്നേഹിക്കാൻ കഴിയുന്ന ഭാവമാണ് കരുണയെന്ന് പറയുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എല്ലാം അറിഞ്ഞ് സ്നേഹിക്കാൻ കഴിയുക. ഞാൻ ഓർക്കുന്ന ഒരിക്കൽ ഒരു വിവാഹമോചനത്തിന് വേണ്ടി ആഗ്രഹിച്ച് കോടതി കൊണ്ടുപോയി കേസൊക്കെ കൊടുത്ത് വിവാഹമോചനത്തിന് വേണ്ടി ഇങ്ങനെ രണ്ടുപേർ, ഭാര്യയും ഭർത്താവ് ഒരുങ്ങിയിരിക്കുക. അങ്ങനെ ഇവരിങ്ങനെ വിവാഹത്തെ ഇനി ഒരിക്കലും ഒരുമിച്ച് ജീവിക്കാനാവില്ല എന്നുള്ള തീരുമാനമെടുത്തു. സിവിൽ കോടതിയിൽ കൊണ്ടുപോയി കേസും കൊടുത്തു. അങ്ങനെ അതിൻ്റെ വിധി വരുന്നതും കാത്തിരിക്കുക. അപ്പോൾ ഇവരെ സ്നേഹിക്കുന്ന ആൾക്കാർ ഒരു ധ്യാനത്തിന് വരെ പറഞ്ഞയച്ചു. അങ്ങനെ ധ്യാനത്തിനായിട്ട് പറഞ്ഞയച്ച് ഭാര്യ ആദ്യം വന്നു. അവൾ വന്ന് ധ്യാനിക്കാനായിട്ടിരുന്നു. ഇവൻ്റെ ഭർത്താവ് വളരെ വിഷമിച്ച് ധ്യാനത്തിൻ്റെ ആദ്യ ദിവസം അവസാന മണിക്കൂറിൽ വന്നു കയറി വളരെ നിസ്സംഗതയോടെ ധ്യാനത്തിൽ പങ്കെടുക്കുകയാണ്. അപ്പോൾ ധ്യാനത്തിനിടയിൽ കുമ്പസാരമുണ്ട്. കുമ്പസാരിപ്പിക്കാനായിട്ട് കുമ്പസാരത്തിൻ്റെ സമയമായപ്പോൾ ശുശ്രൂഷകൻ്റെ അടുക്കൽ ചെന്നിട്ട് ഇവൻ പറഞ്ഞു, ഞാൻ കുമ്പസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതെന്താ നീ കുമ്പസാരിക്കാതെ? ധ്യാനത്തിനടുത്ത് കുമ്പസാരിക്കണ്ടേ? അത് ഞാൻ അച്ഛൻ പറഞ്ഞതുപോലെ കുമ്പസാരിക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഭാര്യയും കൊണ്ട് പോകേണ്ടി വരും. അതാണ് അവൻ പറഞ്ഞത്.
കാരണം ഞാൻ പറഞ്ഞിരുന്നു, അന്നത്തെ വചന സന്ദേശത്തിൽ പറഞ്ഞിരുന്നു, പാപം ക്ഷമിക്കണമെങ്കിൽ ക്ഷമിക്കാതെ ക്ഷമ കിട്ടൂല. കാരണം പ്രഭാഷകന്റെ പുസ്തകം 28-ാമത്തെ അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്, പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും, അവിടുന്ന് അവൻ്റെ പാപം മറക്കുകയില്ല. നിന്റെ അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. അതുതന്നെയാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിലും പറയുന്നത്, മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കുകയില്ല. ഈ വചനമെല്ലാം കേട്ടിട്ട് അവൻ പറഞ്ഞു, എൻ്റെ ഭാര്യയോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. എൻ്റെ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ അവളെ എൻ്റെ ഭാര്യയായിട്ട് കൊണ്ടു നടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഞാനെങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ സംസാരിക്കുകയാണെങ്കിൽ അവളെയും കൊണ്ട് പോകേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, അവർ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യേ, നീ അച്ഛൻ്റെ അടുത്ത് പോയി കുറച്ച് നേരം പോയി സംസാരിക്കും. സംസാരം അത് കഴിഞ്ഞിട്ടാകാം. അങ്ങനെ അവൻ സംസാരിക്കാനായിട്ട് വന്നു. കുറച്ച് നേരം സംസാരിച്ച് ഞാൻ പറഞ്ഞു, ഏതായാലും നീ ഒരു കാര്യം ചെയ്യേ, നീ നന്നായിട്ടൊന്ന് അനുഭവിച്ച് സംസാരിക്കുക, ക്ഷമിച്ചൊന്ന് പ്രാർത്ഥിക്കുക. ഏതായാലും നാളത്തെ കാര്യം നാളെയല്ലേ, ഇന്നങ്ങ് ക്ഷമിച്ച് നാളത്തെ കാര്യം നമുക്ക് പിന്നെ തീരുമാനിക്കാം. ഇന്ന് നീ ഹൃദയപൂർവ്വം അങ്ങ് ക്ഷമിച്ച് അങ്ങ് രമ്യതപ്പെട്ട് നീ സംസാരിക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ മകൻ സംസാരിച്ചു. അതിനുശേഷം അവൻ ധ്യാനത്തിൽ പങ്കെടുത്തു. ധ്യാനം എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ കിട്ടിയ ദൈവാനുഭവം ഇങ്ങനെ പങ്കുവയ്ക്കാനായിട്ട് ഓരോരുത്തരെയും ഇങ്ങനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് ഏറ്റവും പിന്നിൽ നിന്ന് അവനിങ്ങനെ കയറി വന്നു. അപ്പോൾ കയറി വന്ന് ഇവൻ എന്താ പറയാൻ പോകുന്നതെന്ന് അറിയത്തില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാൻ ഈ ധ്യാനത്തിൽ വളരെ നിർബന്ധിക്കപ്പെട്ട് വന്ന ഒരാളാണ്. ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. എൻ്റെ ഭാര്യ ഇവിടെ ധ്യാനിക്കുന്നുണ്ട്. ഞങ്ങൾ വിവാഹ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് വിവാഹമോചനത്തിന് വേണ്ടി. ഞങ്ങൾക്ക് ഇനി ഒരുമിച്ച് താമസിക്കാനായിട്ട് താല്പര്യമില്ല. അങ്ങനെ വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ഈ സഹോദരൻ പറഞ്ഞു, ഞാൻ ഇവിടെ വന്നത് ഇനി എൻ്റെ ജീവൻ പോയാലും എൻ്റെ ജീവിത പങ്കാളിയെ എൻ്റെ കൂട്ടത്തില്ല എന്ന തീരുമാനമെടുത്തിട്ടാണ്. പക്ഷേ ഈ ധ്യാനത്തിലൂടെ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. അവളോട് ഞാൻ ചോദിച്ചിട്ടില്ല, അവളോട് ഞാൻ അഭിപ്രായം ചോദിച്ചില്ല. അവളുടെ ആഗ്രഹവും ചിന്ത എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷേ എൻ്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? എൻ്റെ ശ്വാസം പോയാലും ഇനി ഞാൻ ഇവളെ ഉപേക്ഷിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഓർത്തു നോക്കിയേ, ജീവിതത്തിൽ വന്നുപോയ തെറ്റിദ്ധാരണകളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ അവസ്ഥയുടെ പേരിൽ ഇനി ഒരിക്കലും ഒരുമിച്ച് താമസിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് സെപ്പറേഷൻ, അത് മാത്രമേ ഇനി പോംവഴിയുള്ളൂ എന്ന് വിചാരിച്ചിരുന്ന ആ ദമ്പതികളെ പരിശുദ്ധാത്മാവ് തൊട്ട്. പ്രിയപ്പെട്ടവരെ, അവിടെ സ്നേഹം കൃപയായി നിറഞ്ഞു, ക്ഷമ അഭിഷേകമായി മാറി. എന്നിട്ടോ കരുണ കാണിച്ചു. രണ്ടുപേരും കരുണ കാണിച്ചു. കർത്താവ് പറഞ്ഞില്ലേ, എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, എന്തായി കരുണയെന്ന് പറഞ്ഞാൽ? അറിഞ്ഞുകൊണ്ട് സ്നേഹിക്കാൻ കഴിയുന്ന ഭാവം, ആയിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കാൻ കഴിയുന്ന അവസ്ഥ, അതാണ് കരുണയെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എത്രയോ അനുഭവങ്ങൾ ഇതുപോലെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അറിഞ്ഞ് സ്നേഹിക്കാൻ കഴിയുന്ന എത്രയോ അവസരങ്ങൾ, അത് സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ ഭാവമാണ്. അറിഞ്ഞ് സ്നേഹിക്കുക. ഓർത്തു നോക്കിക്കേ, യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെയും കൊണ്ട് കർത്താവിൻ്റെ അടുക്കൽ വരുന്നുണ്ടല്ലോ. അവൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. അവളെയും കൊണ്ട് വന്നല്ലോ. ഈശോ എന്താ ചെയ്തത്? ഈശോ പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ. അവളെ അറിയാൻ കർത്താവിന്. അറിഞ്ഞുകൊണ്ട് ആയിരിക്കുന്ന അവസ്ഥയിൽ സ്വീകരിക്കുകയാണ്. അറിഞ്ഞുകൊണ്ട് ആയിരിക്കുന്ന അവസ്ഥയിൽ സ്വീകരിക്കുന്നു. എന്നിട്ടോ ആയിത്തീരേണ്ട അവസ്ഥയിലേക്ക് അവളെ മാറ്റി കർത്താവ് പറഞ്ഞയക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആയിരിക്കുന്ന അവസ്ഥയിൽ ഒരു വ്യക്തിയെ സ്വീകരിച്ചാൽ ആ വ്യക്തി ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് ദൈവം ആ വ്യക്തിയെ മാറ്റും. ഉറച്ചു വിശ്വസിക്കുക. പക്ഷേ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്വീകരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഭാവം ഉണ്ടാകണം. ഓർത്ത് നോക്കിയ ബൈബിളിൽ ഉടനീളം നമ്മൾ കൊണ്ടേ ആയിരിക്കുന്ന അവസ്ഥയിൽ കർത്താവ് സ്വീകരിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ. സക്കേയൂസിനെ അവൻ ആയിരിക്കുന്ന അവസ്ഥയിലല്ലേ സ്വീകരിച്ച? പ്രിയപ്പെട്ടവരെ, ആലോചിച്ച് നോക്കിക്കേ. സ്വത്തിൽ പകുതി ദരിദ്രർക്ക് ദാനം ചെയ്തപ്പോഴാണോ കർത്താവ് എൻ്റെ വീട്ടിലേക്ക് ചെല്ലാന്ന് പറഞ്ഞത്? അല്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ഈശോ എന്താ പറഞ്ഞത്? എല്ലാം അറിഞ്ഞുകൊണ്ട് പറയുകയാണ്. സക്കേയൂസിനോട് പറയുകയാണ്, സക്കേയൂസേ, എനിക്കിന്ന് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. ആയിരിക്കുന്ന അവസ്ഥയിൽ സക്കേയൂസിനെ സ്വീകരിക്കുന്ന ഈശോ എന്തിനാ വന്നത്? ദൈവത്തെ വെളിപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. ദൈവം ആരാണ്? കരുണയുള്ള അപ്പനാണ്. നിന്റെ പാപത്തിൻ്റെ പേരിൽ നിന്നെ ആരെല്ലാം തള്ളിക്കളഞ്ഞാലും ശരി, നിന്നെ തള്ളിക്കളയാത്ത ഒരു പിതാവ് നിനക്കും എനിക്കുമുണ്ട് എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയുന്നതിന് വേണ്ടി അല്ലേ പ്രിയപ്പെട്ടവരെ ഈശോ കടന്നു വന്ന ഈ ലോകത്തിലേക്ക്? ഓർത്ത് നോക്കിയ പ്രിയപ്പെട്ടവരെ, അവസാനത്തെ ശ്വാസം പോകാൻ നേരത്ത് കള്ളൻ ഈശോയോട് പറഞ്ഞില്ലേ,
കർത്താവേ, അങ്ങ് പർദീസായിലായിരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ 3 കള്ളന്മാരാ അവിടെ. 2 കള്ളന്മാരുടെ നടുക്ക് വേറൊരു കള്ളൻ. അങ്ങനെയാണല്ലോ. ഈശോയെ കുരിശിൽ തറച്ച് കൊന്നപ്പോൾ ലോകം അങ്ങനെയല്ലേ കണ്ടത്? അവൻ രക്ഷകനാണെന്ന് കണ്ടില്ലല്ലോ. പക്ഷേ ആ കള്ളൻ അവസാനം അവനിൽ കണ്ടു. ആരെ കണ്ടു? രക്ഷകനെ കണ്ടു. അവൻ പറഞ്ഞു, അങ്ങ് പർദീസായിലായിരിക്കുമ്പോൾ എന്നെ കൂടെ ഓർക്കണേ. അപ്പോൾ സ്വീകരിച്ചില്ലേ പ്രിയപ്പെട്ടവരെ? അവനെ സ്വീകരിച്ചില്ലേ? സമരിയാക്കാരി സ്ത്രീ, യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ കർത്താവ് അവളെ കണ്ടപ്പോഴേ പറഞ്ഞില്ലേ, ഐ തേഴ്സ്റ്റ്, എനിക്ക് ദാഹിക്കുന്നു എന്നല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ അർത്ഥം, എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞാൽ ഐ തേഴ്സ്റ്റ് ഫോർ യുവർ സോൾ, ഞാൻ നിന്റെ ആത്മാവിന് വേണ്ടി ദാഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോ അവളുടെ ആത്മാവിന് വേണ്ടി ആഗ്രഹിച്ചില്ലേ? കരുണ കാണിക്കുകയല്ലേ അവളോട്? കർത്താവ് അവളോട് പറഞ്ഞില്ലേ, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായി ഇല്ലേ സ്ത്രീയെ? നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല. അങ്ങനെയുള്ള ഒരു സ്ത്രീയോട് വെള്ളം വേണമെന്ന് പറയുമ്പോൾ ഈശോ കരുണയല്ലേ, കരുണയുടെ ഭാവമല്ലേ പ്രിയപ്പെട്ടവരെ കാണിക്കുന്നത്? ആയിരിക്കുന്ന അവസ്ഥയിൽ സ്വീകരിക്കാൻ കഴിയുന്ന അവസ്ഥ, അതാണ് കരുണയെന്ന് പറയുന്നത്. വിശുദ്ധ ഫൗസ്റ്റീന അറിയപ്പെടുന്നത് കരുണയുടെ അപ്പസ്തോല എന്നാണ്. നമുക്കറിയാമല്ലോ, കരുണയുള്ള കർത്താവ് ഫൗസ്റ്റീനായ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഞാൻ കരുണയുള്ളവനാണെന്ന് ലോകത്തോട് മുഴുവൻ പറയാനായിട്ട് വിശുദ്ധ ഫൗസ്റ്റീനായെ വലിയ പ്രചോദനം നൽകുകയാണ്. ഒരിക്കൽ സാത്താൻ ഫൗസ്റ്റീനായ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഫൗസ്റ്റീന, ഒരു കാര്യം, നീ ഈ കാര്യം മാത്രം ലോകത്തോട് പറയരുത്. ദാറ്റ് ഗോഡ് ഈസ് എ മെർസിഫുൾ ഫാദർ, നോ വൺ ഷുഡ് നോ ദാറ്റ്. ഒരാൾ പോലും അറിയാൻ പാടില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ കഠിനപാപികൾ മാനസാന്തരപ്പെടും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നമ്മളോട് കരുണ കാണിക്കാതിരിക്കാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് ദൈവം കരുണ നമ്മളോട് കാണിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, യേശയ്യായുടെ പ്രവചനം 43-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെയൊരു വചനമുണ്ട്. എന്താണെന്നറിയാവോ? യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. യു ആർ മൈ ഓൺ. കർത്താവ് പറയുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിന്റെ തെറ്റിൻ്റെ പേരിൽ, നിന്റെ ജീവിതത്തിൻ്റെ തകർച്ചയുടെ പേരിൽ, നിന്റെ ജീവിതത്തിലെ ഒരു നിമിഷത്തെ അബദ്ധത്തിൻ്റെ പേരിൽ നിന്റെ അപ്പൻ നിന്നെ തള്ളി പറഞ്ഞിട്ടുണ്ടാവും, നിന്റെ അമ്മ നിന്നെ തള്ളി പറഞ്ഞിട്ടുണ്ടാവും, നിന്റെ ഭാര്യ, നിന്റെ ഭർത്താവ്, നിന്റെ മാതാപിതാക്കൾ, നിന്റെ കൂട്ടുകാർ, നിന്റെ മേലധികാരികൾ നിന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ടാവും. പക്ഷേ യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, യു ആർ മൈ ഓൺ. പ്രിയപ്പെട്ടവരെ, തമ്പുരാന് നമ്മളെ ഉപേക്ഷിക്കാൻ പറ്റില്ല. നീ പാപിയാണോ മകനെ? നീ രോഗിയാണോ മകനെ? നീ നിരാശനാണോ മകനെ? നിന്നെ ഉപേക്ഷിക്കാൻ ആവില്ല. കാരണം എന്നാ? ദൈവത്തിൻ്റെ സ്വന്തമാണ് നമ്മൾ. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത്, പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. മറക്കാൻ പറ്റില്ല, ആർക്കും പറ്റില്ല. പ്രിയപ്പെട്ട, പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. ആരെല്ലാം മറന്നാലും ദൈവം മറക്കില്ലെന്ന്. പ്രിയപ്പെട്ടവരെ, അത് ആശ്വാസമല്ലേ? എനിക്ക് എന്നെ ഒരിക്കലും തള്ളിപ്പറയാത്ത ഒരു ദൈവമുണ്ട് എന്നുള്ളത് ആശ്വാസമല്ലേ പ്രിയപ്പെട്ടവരെ? ഇന്ന് ഈ ആശ്വാസം എത്രയോ മക്കളുടെ ജീവിതങ്ങളെ മാറ്റിമറിച്ചിരിക്കുന്നു. അതായത്, എന്നെ അറിയുന്ന, എന്നെ കരുതുന്ന, എൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത അപരാധങ്ങളും എന്നേക്കുമായി പൊറുക്കുന്ന, അതല്ലേ യേശയ്യായുടെ പ്രവചനം 43-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത് പ്രിയപ്പെട്ടവരെ? അതൊരു കരുണയുടെ വചനമല്ലാതെ എന്താ അത്? അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, കഴിഞ്ഞ കാര്യങ്ങൾ നീ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. പ്രിയപ്പെട്ടവരെ, ഇന്ന് പലരുടെയും ജീവിതം എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? ഇന്നലകളെ നോക്കിയിരിക്കുന്ന ജീവിതമാണ്. ഓൾവേസ് ലുക്കിംഗ് അറ്റ് ദ പാസ്റ്റ്. എൻ്റെ ജീവിതത്തിൻ്റെ ഇന്നലകളിൽ ഇന്ന കാര്യങ്ങൾ സംഭവിച്ചു. പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, പാസ്റ്റ് ഈസ് പാസ്റ്റ്. എന്നേക്കുമായി കടന്നുപോയ നാളുകളാണത്. ഫ്യൂച്ചർ ഈസ് അൺസർട്ടൻ. ഭാവി എന്ന് പറയുന്നത് നമ്മുടെ കരങ്ങളിലല്ല. ഇന്ന് മാത്രമേ എനിക്കും നിനക്കുമുള്ളൂ. ഈ നിമിഷം മാത്രം, ഈ വചനം പങ്കുവയ്ക്കപ്പെടുന്ന ഈ നിമിഷം മാത്രമേ എനിക്കും നിനക്കുമായി ദൈവം നൽകിയിട്ടുള്ളൂ. നാളെ എന്ത് എന്ന് നമുക്കാർക്കും അറിയില്ല. കർത്താവ് പറയുകയാണ്, കഴിഞ്ഞ കാര്യങ്ങളെ ഓർത്ത് നീ ദുഃഖിക്കരുത്. കഴിഞ്ഞ കാര്യങ്ങളിലെ തകർച്ചകൾ ഓർത്ത് നീ വിഷമിക്കരുത്.
കഴിഞ്ഞ നാളുകളിലെ നിന്റെ പാപബന്ധനങ്ങളോർത്ത് നീ തളരരുത്. കർത്താവ് പറയുന്നു, എന്താണെന്നറിയാവോ? വരുവിൻ, നമുക്ക് രമ്യതപ്പെടാം. നിന്റെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും തൂമഞ്ഞു പോലെ അത് വെണ്മയുള്ളതാകും. രക്തവർണ്ണമെങ്കിലോ കമ്പിളി പോലെ വെളുപ്പിക്കും. കാർമേഘം പോലെ നിന്റെ പാപങ്ങളെയും മൂടൽമഞ്ഞ് പോലെ, കാർമേഘം പോലെ നിന്റെ തിന്മകളെയും മൂടൽമഞ്ഞ് പോലെ നിന്റെ പാപങ്ങളെയും ഞാൻ തുടച്ചു നീക്കി. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ സന്നിധിയിലേക്കൊന്ന് മനസ്സ് തിരിഞ്ഞ് കടന്നു വരാൻ തയ്യാറായാൽ ആരെല്ലാം ഉപേക്ഷിച്ചാലും അവൻ നമ്മളെ ഉപേക്ഷിക്കില്ല. ധൂർത്തപുത്രന്റെ ഉപമ നമ്മളോട് പറയുന്നതാണ്. പ്രിയപ്പെട്ടവരെ, പന്നിക്കൂട്ടിൽ കിടന്ന മകൻ അതേ അവസ്ഥയിലേക്ക് കടന്നു വരുമ്പോൾ അതുപോലെ തന്നെ സ്വീകരിക്കുന്നവനല്ലേ ആ അപ്പൻ. അല്ലാതെ പോയി കുളിച്ചിട്ട് വാ, അല്ലെങ്കിൽ നല്ല വസ്ത്രം ധരിക്കുക, ഒന്നുമില്ല. ആയിരിക്കുന്ന അവസ്ഥയിൽ അവനെ പുണരുന്നു, ദൂരെ വെച്ച് തന്നെ അവനെ കാണുന്നു. ഇഫ് യു ആർ റെഡി ടു കം ബാക്ക്, നിന്റെ പാപങ്ങളിൽ നിന്ന് മാറുവാൻ നീ തീരുമാനിച്ചാൽ, അനുതാപത്തിൻ്റെ ചുടുകണ്ണീരോടെ പാപസങ്കീർത്തന വേദിയിലേക്ക് അണഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദര സഹോദരി, ദൈവത്തിൻ്റെ കരുണയുടെ സ്നേഹത്തിൻ്റെ സന്തോഷം നിനക്ക് അനുഭവിച്ചറിയാൻ അവിടുന്ന് ഇടവരുത്തും. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ഇന്ന് നമുക്ക് തീരുമാനമെടുക്കാം. ദൈവമേ, അങ്ങയുടെ കരുണയിൽ ആശ്രയിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. എൻ്റെ പാപത്തെ ഓർത്തുള്ള അനുതാപം എനിക്ക് നൽകണമേ. ആരെല്ലാം ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത ഒരു നല്ല അപ്പൻ എനിക്കുണ്ടെന്നുള്ള തിരിച്ചറിവ് എനിക്ക് നൽകണമേ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവൻ്റെയും കഠിനപാപികളുടെയും മാനസാന്തരത്തിന് വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.